പരിശുദ്ധാത്മാവേ, ഞാൻ നിൻ പാദമാകട്ടെ, തിരുഹിതം പോൽ പോയിടുന്ന ദൂതനാകട്ടെ. ഏതൊരു ജീവിത സാഹചര്യത്തിനിടയിലും ഒരാൾ തകർന്നു പോകുന്നത് കൂടെ ആരുമില്ല എന്ന തിരിച്ചറിവിനിടയിലാണ്. ആരുമില്ല എന്ന തിരിച്ചറിവ്, ഒറ്റയ്ക്കാണെന്നൊരു ഓർമ്മപ്പെടുത്തൽ, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഇനി എന്ത് എന്നൊരു ചോദ്യത്തിനു മുമ്പിൽ വല്ലാണ്ട് സങ്കടത്തിലാഴ്ത്തും. അതുകൊണ്ട് തന്നെ എല്ലാ കാലവും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ, ആ ഉറപ്പിൽ ഒരാളുടെ തുണയുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവും. ഇന്ന് ആഗോള കത്തോലിക്ക സഭ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. ഏറ്റവും മനോഹരമായ ചില ജീവിത യാഥാർത്ഥ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തിരുനാൾ. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, കഥകടച്ച് ശിഷ്യന്മാരൊക്കെ യഹൂദരെ ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. ഈ ഒളിച്ചിരിപ്പിന് 2-3 കാരണങ്ങളുണ്ടായേക്കാം. ഒന്ന്, യേശുവിൻ്റെ ശൂന്യത, യേശുവിൻ്റെ അസാന്നിധ്യം. അത് വെറുതെ ഒരു വാക്കല്ല, മറിച്ച് അത്രയും കാലം ഒരു അപ്പനെപ്പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ, ഒരു അമ്മയെപ്പോലെ കൂടെ നടന്ന ഒരാൾ ഇനി ഇല്ല എന്ന തിരിച്ചറിവ് അവർക്ക് സഹിക്കാൻ പറ്റി കാണില്ല. ആ ശൂന്യത അവർ വല്ലാണ്ട് ആഴ്ത്തി. അതുകൊണ്ട് അവരെ തന്നെ ഏകാന്തതയിലേക്ക് എത്തിച്ചു. കഥകടച്ച് അവർ ഒറ്റയ്ക്കിരിക്കാൻ തീരുമാനിച്ചു. 2, പുറത്തു പോകാനുള്ളൊരു ഭയം. ഇനിയും മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യമില്ല, ജീവിതത്തോടുള്ള ഒരു ഭയം. ഇത്രയും നാളും ഒരാൾ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇനി എന്ത് ചെയ്യുന്ന ഒത്തിരി ഒരു ആശങ്ക അവരുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ലൂക്കാ സുവിശേഷം പറയുന്നതനുസരിച്ച് അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം അവർ വേദനയിലൂടെ കടന്നു പോവുകയാണ്. ഈ വേദനയിലൂടെ കടന്നു പോകുന്ന അവസരത്തിലാണ് യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു സാധ്യതയുടെ ഓർമ്മപ്പെടുത്തലാണ്. ആരും ഈ ഭൂമിയിൽ ഒറ്റയ്ക്കല്ല എന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കും. എന്തുകൊണ്ടാണ് അവരുടെ കണ്ണുനീരിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത്? കാരണം അവരെ ഓർത്തല്ല വിലപിച്ചത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ ഓർത്താണ് അവർ വിലപിച്ചത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമെന്ന് പറയുന്നത്, അവർക്ക് തുണയായി നിന്നവൻ, അവർക്ക് മാർഗദർശിയായവൻ, അവർക്ക് ജീവിതത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ കാട്ടിത്തന്ന രക്ഷകൻ ഇപ്പോൾ കൂടെയില്ല. അതിനെ ഓർത്താണ് അവരുടെ കണ്ണുകൾ നിറഞ്ഞത്. അതിനെ ഓർത്താണ് അവർ വിലപിച്ചത്. അതിനെ ഓർത്താണ് അവർ വേദനിച്ചത്. അങ്ങനെ കൂടെയുള്ള മറ്റൊരുവനെ ഓർത്ത്, അവൻ്റെ അസാന്നിധ്യത്തെ ഓർത്ത് അവർ കരഞ്ഞപ്പോൾ അവിടെ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നത് എങ്ങനെയാണ്? നമ്മളെല്ലാവരും എന്തിനോർത്താണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ ഓർത്താണ് കരയുന്നതെങ്കിൽ, മറ്റുള്ളവരുടെ സ്നേഹത്തെ ഓർത്താണ് കരയുന്നതെങ്കിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അസാന്നിധ്യത്തെ ഓർത്താണ് നമ്മൾ കരയുന്നതെങ്കിൽ, തീർച്ചയായിട്ടും അവിടെ അത്ഭുതമുണ്ടാകും. യേശുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ, യേശു ചെയ്ത 5 അപ്പം 5000 പേർക്ക് വിഭജിച്ചതോ കാനായിലെ വെള്ളം വീഞ്ഞാക്കിയതോ അല്ല. ഏറ്റവും മനോഹരമായ അത്ഭുതം അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അതാണ് ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെ ആരും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല, ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ആ രക്ഷകൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീർ വാർത്തെടുത്ത് ഏറ്റവും മഹാത്ഭുതം സംഭവിച്ചു. ക്രിസ്തു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ തിരുനാൾ നമുക്ക് നൽകുന്ന ആദ്യത്തെ വെളിച്ചം ഇതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ, മറ്റുള്ളവരെ ഓർത്ത് ആരൊക്കെ വിലപിച്ചിട്ടുണ്ടോ, അവരുടെ മുമ്പിൽ മഹാ അത്ഭുതം സംഭവിക്കും. എന്നാൽ ചില അവസരങ്ങളിലൊക്കെ നമ്മളുടെ കണ്ണുനീരിന് അർത്ഥമില്ലാതെ പോകുന്നതിന് കാരണം എന്താണ്? നമ്മളുടെ പ്രാർത്ഥനകളും വിലാപങ്ങളും കേൾക്കാതെ പോകുന്നതിന് കാരണം എന്താണ്? അതിന് കാരണം നമ്മളെപ്പോഴും നമ്മളെ ഓർത്ത് മാത്രമാണ് വിലപിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മളുടെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ കാര്യങ്ങളെ ഓർത്ത് കരഞ്ഞ് വലിയ അത്ഭുതങ്ങൾ കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. നമ്മളുടെ വേദനകളെ ഓർത്ത് പറഞ്ഞ് മഹാ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാനോ അനുഭവിക്കാനോ കഴിയാത്ത വിധത്തിൽ നമ്മളുടെ ജീവിതം മൂടപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റുള്ളവനെ ഓർത്ത് കരഞ്ഞതിൻ്റെ പേരിൽ അവരുടെ മുമ്പിൽ മഹാ അത്ഭുതം നടന്നു. ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അവർ ഒറ്റയ്ക്കല്ല എന്നൊരു തിരിച്ചറിവ് ഈ തിരുനാൾ അവർക്ക് നൽകി. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഓർക്കണം, ഞാൻ കൂടെയുണ്ടെന്ന് അരുൾ ചെയ്ത ഒരു ദൈവം നമുക്കുള്ളപ്പോൾ എല്ലാ അത്ഭുതങ്ങളും സാധ്യമാണ്. ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല. എന്നിട്ട് ക്രിസ്തു അവർക്ക് നൽകുന്ന സുന്ദരമായ വാഗ്ദാനം ഇതായിരുന്നു: ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകുന്നു. ഹീസ് ദ ഹെൽപ്പർ. അവൻ നിങ്ങളെ വഴി നടത്തും. ഇനി മുൻപോട്ടുള്ള കൂരിരുട്ടുള്ള പാതയിൽ എങ്ങനെയാകണമെന്ന് അവൻ തീരുമാനിക്കും. ഇനി നിങ്ങൾക്കവൻ കാവലാളായിരിക്കും. അവൻ നിങ്ങളുടെ ഇരുട്ടിൻ്റെ വഴിയിൽ വെളിച്ചം നൽകും. നിങ്ങളിനി ഒറ്റയ്ക്കല്ല. ഇതൊരു അഷുറൻസാണ്, ഉറപ്പാണ്.
ഈ ഉറപ്പ് അവർക്ക് നൽകിയത് പ്രത്യാശയാണ്. പേടിച്ച് വിറച്ചിരുന്നവർ, ഒറ്റയ്ക്കായി എന്ന് തോന്നലിരുന്നവർ, അവരുടെ മുമ്പിൽ ഒരു മഹാത്ഭുതം സംഭവിച്ചപ്പോൾ ആ കഥ അവർ തുറന്ന് പുറത്തു വന്നു. കാരണം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ഇറങ്ങാതിരിക്കാൻ വഴിയില്ലല്ലോ. കാരണം അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ ഏറ്റവും വലിയ ചില കൃപകളാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മൾ കാണുന്നത്. ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം, ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ അവർ നിറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് മനുഷ്യരെ പേടിയില്ല. അവർ ദൈവത്തെയാണ് ഭയപ്പെട്ടത്. അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും ആലോചന കൊണ്ടും ചെയ്തു. അങ്ങനെ അവരുടെ ഉള്ളൊരു ആത്മശക്തി ഉണ്ടായിരുന്നു. അറിവോടെ കൂടി ഭക്തിയോടുകൂടി അവർ കാര്യങ്ങൾ ചെയ്തു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിറയുന്നവർ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെ വളരെ സുന്ദരമായിരിക്കും. ചില മനുഷ്യരെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ, ചിലരൊക്കെ തൊട്ടാൽ പൊന്നാക്കുമെന്ന്. അങ്ങനെയാണ് ചില മനുഷ്യരൊക്കെ. ഈ തൊടുന്നതൊക്കെ അവർ പൊന്നാക്കാൻ കാര്യം എന്താ? അതിന് കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി കൂടെ നിന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ ദൈവ സാന്നിധ്യം കൂടെ ഉള്ളപ്പോൾ, പരിശുദ്ധാത്മാവ് അവരുടെ മുമ്പിലുള്ളപ്പോൾ അവർ എല്ലാ കഥകളും തുറന്ന് പുറത്തു വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു. അതായിരുന്നു ആദ്യത്തെ സുവിശേഷം. അതാണ് ആദ്യത്തെ പ്രൊക്ലമേഷൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, നമ്മളാരും തനിച്ചല്ല. ക്രിസ്തുവിനെ ഓർത്ത് നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ, നമ്മളുടെ തന്നെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരെ ഓർത്ത് നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ, അവരുടെ വേദനകൾ ഓർത്ത് നമ്മുടെ ഹൃദയം വിലപിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, ക്രിസ്തു നമുക്ക് അന്യനല്ല. നമ്മൾ ഒരിക്കലും തനിച്ചാവുകയുമില്ല. 2, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. കൂടെ ഒരാളുണ്ട് എന്ന ഉറപ്പ് പിന്നീട് ഏത് കഥകളും തുറക്കാനും ഏത് ഒറ്റപ്പെടലിനെയും അതിജീവിക്കാനും നമുക്ക് ശക്തി നൽകും. ഒരു വീടിനകത്ത് ആരെങ്കിലും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ തനിച്ചാകുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. കാരണം വഴി നടത്തുന്നതും ഇരുട്ടിൻ്റെ പാതയിൽ കൂടെ ഉണ്ടാകുന്നതും വഴിവിളക്കായി തെളിച്ചമേകുന്നതും ആത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആരും തനിച്ചല്ല. എല്ലാ ജീവിത സാഹചര്യങ്ങളും അറിവ് നൽകുവാനും ജ്ഞാനം നൽകുവാനും ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ വഴിത്തിരിവാകുവാനും പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ, എനിക്കങ്ങു മാത്രമേ. പരിശുദ്ധാത്മാവേ, എന്നെ നൽകുന്നേ. പരിശുദ്ധാത്മാവേ, എൻ ജീവശ്വാസം. പരിശുദ്ധാത്മാവേ, ആശ്വാസദായകൻ. പരിശുദ്ധാത്മാവേ, എനിക്കങ്ങു മാത്രമേ. പരിശുദ്ധാത്മാവേ, എന്നെ നൽകുന്നേ. പരിശുദ്ധാത്മാവേ, ഞാൻ നിൻ അധരമാകട്ടെ. തവ മൊഴികൾ എന്നിലൂടെ മധുരമാകട്ടെ. പരിശുദ്ധാത്മാവേ, ഞാൻ നിൻ മിഴികളാകട്ടെ. തവ ഹൃദയം കാണും പോലെ കണ്ണു കാണട്ടെ. പരിശുദ്ധാത്മാവേ, ഞാൻ നിൻ അധരമാകട്ടെ. തവ മൊഴികൾ എന്നിലൂടെ മധുരമാകട്ടെ. പരിശുദ്ധാത്മാവേ, ഞാൻ നിൻ മിഴികളാകട്ടെ.
സ്പർശം എന്നിലൂടെ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ പാദമാകട്ടെ. തിരുഹിതം പോൽ പോയിടുന്ന ദൂതനാകട്ടെ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ കൈകളാകട്ടെ. തവ സ്പർശം എന്നിലൂടെ സൗഖ്യമാകട്ടെ. പരിശുദ്ധ